ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച ഇവിടെ നിൽക്കുന്നത്. എന്ത് ബന്ധമാണെന്ന് താൻ ചോദിക്കണ്ട. പക്ഷേ ഈ അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞ സെൻട്രൽ ജയിലിൽ കയറി 12 വർഷം ജീവിതം കളഞ്ഞാലും വേണ്ടില്ലെന്ന് ഞാനങ്ങ് കരുതും. അറിയാലോ ശിവനെ, എനിക്കിത് നിയോഗമാ. ഞാൻ ഈ ചോദ്യം എന്നോട് തന്നെ പലവട്ടം ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞിരുന്നേ, എനിക്ക് ഈ ഭക്ഷണം ഒന്ന് കൊടുത്തേ പറ്റൂ. വരൂ. സത്യമേ, നീ എന്താ പിന്നെ ഇവിടെ? ഞാൻ സത്യാമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞോ നിന്നോട് ഭക്ഷണം കൊണ്ടുവരാന്? എന്തായാലും കൊണ്ടുവന്നു പോയില്ലേ, ഇനി എങ്ങനെ മടക്കി കൊണ്ടുപോന്നേ? ഇതൊന്ന് തുറക്കാവോ? നല്ല ചുട്ട മുളകരച്ച ചമ്മന്തിയുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, എങ്കിൽ ഞാനിവിടെ കുത്തിയിരിക്കും. ആ സോമശേഖരൻ എങ്ങാണം വന്ന് കണ്ട പിന്നെയും വന്നോടാന്ന് പറഞ്ഞ് എന്നെ എടുത്തിട്ട് പെരുമാറും. പിന്നെ ഇവിടെ ബഹളമാവും. ശിവ, നീ... ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്ഷണം കഴിച്ചാ ഞാൻ ഇവിടുന്ന് പോവാം. പാതിരാത്രി ഇത്രയോ ഓടി ഇവിടെ വരെ കൊണ്ടുവന്നല്ലേ. സത്യമ കഴിക്ക്. സോമശേഖരൻ ഇപ്പൊ കയറി വരും. മുളക് ചുട്ട് തന്നെയാണോ ചമ്മന്തി അരച്ചത്? അത് സത്യാമ്മയ്ക്ക് ഇഷ്ടാവെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാനിതിങ്ങ് കൊണ്ടുവന്നേ. എന്നാ എടുക്ക്. എടുത്തു വെച്ചിരിക്കല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞാനങ്ങ് വാരിത്തരാം. കഴിക്ക് സത്യാമ്മേ. കഴിക്ക്. നീ ഇവിടെ കുത്തിയിരിക്കുന്നു പറഞ്ഞോണ്ടാ ഞാനിത് കഴിക്കുന്നത്. നീ കഴിച്ചായിരുന്നോ? ഇപ്പോ കഴിക്ക്. മുഴുവനും കഴിക്കണം കേട്ടോ. കഴിക്ക്. ഇനി ഞാൻ സത്യാമ്മയ്ക്ക് വാരിത്തരാം. നീ പിന്നെയും വന്നോ? എന്താടോ ഇത്? നിന്നെ ഇവിടെ ഇറക്കി വിട്ടല്ലേ? യവൻ വിഷം കലർത്തിയാണ് ഈ ചോറ് കൊണ്ട് കൊടുത്തതെങ്കിലോ എല്ലാരും തൂങ്ങത്തില്ലേ?
ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്ത് തോന്നിയസോ കാണിക്കാവുന്നായോ? വേണ്ട. സോമശേഖര, ഈ പാവത്തിന് ഒന്നും പറയണ്ട. ഞാൻ നിർബന്ധപൂർവ്വം അകത്ത് കയറിയതാ. കുറച്ച് ഭക്ഷണം സത്യാമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചു. ഇനി സത്യാമ്മ ഇവിടെ നിന്ന് ഇറക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ നടത്തിക്കോളാം. നിന്റെ കളക്ടർ വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും നടന്നില്ല. പിന്നെ അല്ലേ അധികാരമില്ലാത്ത നീ. നാളെ ഉച്ചയ്ക്ക് ഇവര് ഞാൻ കോടതി ഹാജരാക്കൂ. അതുവരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഞാൻ എന്റെ അമ്മയെ പോലെ കരുതുന്ന സ്ത്രീയാ അത്. അവരുടെ ദേഹത്ത് നീ ഒരു നുള്ളും മണ്ണിട്ടാ, സോമശേഖര, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നീ പിന്നെ കുടുംബം കാണില്ല. പോലീസുകാരനെ വെല്ലുവിളിക്കുന്നോടാ. വെല്ലുവിളിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. ആ ഉറപ്പ് തനിക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ശിവനോട് മുട്ടാൻ വരാവൂ. കാരണം ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച ഇവിടെ നിൽക്കുന്നത്. എന്ത് ബന്ധമാണെന്ന് താൻ ചോദിക്കണ്ട. പക്ഷേ ഈ അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞ സെൻട്രൽ ജയിലിൽ കയറി 12 വർഷം ജീവിതം കളഞ്ഞാലും വേണ്ടില്ലെന്ന് ഞാനങ്ങ് കരുതും. അറിയാലോ ശിവനെ, എനിക്കിത് നിയോഗമാ. തനിക്കിത് വിയോഗമായി മാറരുത്. സത്യാമ്മ കഴിച്ചോ, ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പച്ചയ്ക്ക് കത്തിച്ചു കളയും ഞാൻ. ഒരുത്തനെ ഇനി ഇങ്ങോട്ട് കെട്ടിവിടരുത്, മനസ്സിലായല്ലോ? സർ,